ഹായ് ഹലോ പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഇവിടെ ഉണ്ടാക്കിയത്. ദോശയ്ക്ക് സാധാരണ കടലയോ സാമ്പാറോ ഒക്കെ കാണും. ഇന്ന് പക്ഷേ ദോശയും ചമ്മന്തിയാക്കി. ഇന്ന് ഇവിടെ അടുത്തൊരു നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട്. പിന്നെ നവരാത്രി ആരംഭം ആയതുകൊണ്ടും വ്യാഴാഴ്ച ആയതുകൊണ്ടും ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയി. മാസത്തിൽ ഒരു വ്യാഴാഴ്ച അമ്പലത്തിൽ പോകും. നരസിംഹസ്വാമി ക്ഷേത്രം വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു അമ്പലമാണ്. കൊല്ലം ജില്ലയിൽ എനിക്ക് തോന്നുന്നു നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠയുള്ള വേറെ അമ്പലം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. വ്യാഴാഴ്ചകളൊന്നും ഇവിടെ നല്ല തിരക്കാണ്. പാനകം വഴിപാടായിട്ട് നടത്തുന്നത് വ്യാഴാഴ്ചയാണ്. ബാക്കി എല്ലാ ദിവസവും മഹാവിഷ്ണുവിൻ്റെ സങ്കല്പത്തിൽ പാൽപ്പായസം കാണും. പക്ഷേ വ്യാഴാഴ്ചകളന്ന് മാത്രമേ ഈ പാനകം നടത്തത്തുള്ളൂ. നരസിംഹസ്വാമിയുടെ ഒരു പ്രത്യേക വഴിപാടാണ് പാനകം. അപ്പോൾ അത് നടത്തേണ്ടവരെല്ലാം വ്യാഴാഴ്ചകളെന്നാണ് കൂടുതലും വരുന്നത്. രാവിലെ ഞാൻ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ നടത്തി പിന്നെ തിരിച്ചു വന്ന് ദോശ ഉണ്ടാക്കി. ദോശ ചൂടോടെ ചുട്ടു കൊടുക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. കാസറോളിലൊന്നും ചുട്ടു വെച്ചിട്ട് പോകുന്നതൊന്നും അത്ര താല്പര്യമില്ല. പിന്നെ ദോശയുടെ കൂടെ ഒരു മുട്ട ബുൾസൈ നിർബന്ധമാണ്. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ കാസറോളിൽ ചുട്ടു വെക്കും. അങ്ങനെ മുട്ട ബുൾസൈ ഉണ്ടാക്കിയപ്പോൾ 2 ഉണ്ണി വന്നു ഉള്ള മുട്ട ബുൾസൈ ആയിരുന്നു. അത് ഞാൻ ചേട്ടന് ബുൾസൈ ഉണ്ടാക്കി കൊടുത്തു. അന്നേരം ദോശയുടെ കുറ്റമൊക്കെ കുറച്ച് അങ്ങ് മാറും. പിന്നെ ഇനി ഉച്ചക്കലത്തേക്ക് എന്താണെന്ന് വിചാരിച്ചപ്പോഴാണ് മുരിങ്ങയില തോരൻ വെക്കാമെന്ന് കരുതി. കുറേ ദിവസമായി ഇലത്തോരനൊക്കെ കൂട്ടിയിട്ട്. കർക്കിടക മാസത്തിൽ അങ്ങനെ ഇലത്തോരൻ വെക്കുന്ന പതിവില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ചീരയൊന്നും ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടായതുമില്ല. സാധാരണ ചീര ഗ്രോ ബാഗിൽ തന്നെത്താനെ ഉണ്ടാകും. കുറേ വെള്ളച്ചീരയും ചുവന്ന ചീരയുടെയും ഒക്കെ തന്നെ അരി കിടന്ന് കിളിച്ച് ഉണ്ടാകുന്നുണ്ട്. ഇപ്രാവശ്യം മഴയായിട്ടാണെന്നൊന്നും അറിയത്തില്ല. ഇതുവരെ അങ്ങനെ ചീരയൊന്നും പൊടിച്ച് വന്നില്ല. അപ്പോഴും നോക്കിയപ്പോഴാണ് നല്ല മുരിങ്ങയില തളുത്ത് നിൽക്കുന്നത് കണ്ട്. എന്നാൽ പിന്നെ മുരിങ്ങയില ആകാമെന്ന് കരുതി. പിന്നെ മോള് വന്നിട്ടുണ്ട്. അവൾക്കും ഇലത്തോരൻ കൂട്ടണമെന്ന് ഇന്നലെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് മുരിങ്ങയില തന്നെ തോരൻ വെക്കാമെന്ന് കരുതി. ഇതിപ്പം മുരിങ്ങയില ഞാനിങ്ങനെ വലിച്ചു കുറച്ച് ഇടുന്ന കാണുമ്പോൾ നിങ്ങൾ കരുതും ഇതെന്ത് ഇങ്ങനെയാണോ മുരിങ്ങയില തോരൻ വലിച്ച് എടുക്കുന്നതെന്ന് വിചാരിക്കും. അത് ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ട് പിന്നെ നല്ലതായിട്ട് ചെറുതായിട്ട് ഞാൻ ആക്കി എടുക്കും. മുരിങ്ങയില അങ്ങനെ അരിയാൻ പാടില്ലെന്നാണ് ചിലർ പറയുന്നത്. കഴിക്കുമെന്ന് പറയും. പക്ഷേ ഈ മുരിങ്ങയില അങ്ങനെ കഴിക്കത്തൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. ചില മുരിങ്ങയിലയ്ക്ക് ഒരു കയ്പുണ്ട്. പക്ഷേ ഇവിടുത്തെ മുരിങ്ങയില നല്ല കഴിക്കത്തൊന്നുമില്ല. നല്ല ടേസ്റ്റ്. പിന്നെ മുരിങ്ങയിലയ്ക്ക് ഇച്ചിരി വേവുണ്ടല്ലോ. അന്നേരം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ചെറുതായിട്ട് അടച്ച് വെച്ച് ആദ്യം ഒന്ന് വേവിച്ചിട്ട് വേണം അരപ്പിടാൻ. അരപ്പ് ഇടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അരപ്പ് ചെറുതായിട്ടൊന്ന് മിക്സി ഒന്ന് കഴുകി ചെറുതായിട്ട് ആ ജാറിൽ വെള്ളം ഒന്ന് ഒഴിക്കുന്നത് നല്ലത്. പക്ഷേ ഈ മുരിങ്ങയിലയ്ക്ക് ഇത്തിരി വേവുണ്ട്. അന്നേരം ഒന്ന് കുറച്ച് നേരം ആവിയിലിരുന്ന് വേവുന്നതിന് അല്ലെങ്കിൽ കരിയാൻ സാധ്യതയുണ്ടല്ലോ. ഇനി ഈ അരപ്പെല്ലാം കൂടി ഇട്ട് ഇങ്ങനെ ഇളക്കി ഒന്നും കൂടെ അടച്ച് വയ്ക്കും. മുരിങ്ങയിലയും ചക്കക്കുരുവും കൂടെ തോരൻ വെക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. ഇവിടെ ചക്കക്കുരു ഒന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ വെക്കത്തുള്ളായിരുന്നു. മുരിങ്ങയിലയും ചക്കക്കുരു നല്ല ടേസ്റ്റാണ്. ഇച്ചിരി കുറച്ച് ചക്കക്കുരു ഇട്ടാൽ മതി. ആദ്യം ചക്കക്കുരു വേവിച്ചിട്ട് വേണം പിന്നെ മുരിങ്ങയില ഇടാൻ. ഇലയ്ക്ക് അധികം വേവില്ലല്ലോ. അങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒന്നുകൂടെ ചെറുതായിട്ടാക്കി ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോഴത്തേനും മുരിങ്ങയില വെന്തോളും. പിന്നെ ഉച്ചക്കലത്തേക്ക് നമുക്ക് അയിലയാണ് കിട്ടിയത്. അയില ഒരുപാട് വലുതൊന്നുമല്ല, ഇടത്തരം അയിലയാണ്. മുരിങ്ങയില റെഡി ആയിട്ടുണ്ട്. ഇനി അയിലയും കൂടെ കറി വെക്കുകയും വേണം. 2-3 എടുത്ത് കറി വെക്കാം. ബാക്കി വറക്കാമെന്ന് കരുതി. ഒരുപാട് വലിയ അയിലയല്ല, ഇടത്തരം അയില. പക്ഷേ ഫ്രഷായിരുന്നു. ഒട്ടും കെട്ടതൊന്നുമല്ല, നല്ല അയിലയായിരുന്നു. പിന്നെ ഒരു തട്ടിക്കൂട്ട് കറിയാണ് പെട്ടെന്ന് വെച്ചത്. വറുത്തരയ്ക്കാനും ഒന്നും തിന്നില്ല. പെട്ടെന്ന് പുളിമുളകും വെക്കാമെന്ന് കരുതി. അത് തക്കാളിപ്പഴവും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചെറുതായിട്ടങ്ങ് അരച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ചതല്ല. അല്ലെങ്കിൽ നമ്മൾ കടുക് വറുത്ത് ആദ്യമേ അരപ്പിട്ട് തിളപ്പിച്ച് പിന്നെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടൊക്കെ അല്ലേ നമ്മൾ വെക്കുന്നത്. ഇന്നിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇങ്ങനെ ചെയ്യാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. തക്കാളിപ്പഴം ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ നമുക്ക് അതിനൊരു നല്ല ചാറിനൊരു കുറുവക്കം കിട്ടും. പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പിണറപ്പുളി ഉണ്ടല്ലോ, പിണറപ്പുളി ഒരു ശകലം പിച്ചി അങ്ങും ഇഞ്ഞുമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ ഈ തക്കാളി ഇട്ടതുകൊണ്ട് നല്ല പുളിപ്പ് കാണും. അതിൻ്റെ കൂടെ പിന്നെ ആവശ്യത്തിന് പുളി ചേർത്താൽ മതി. പിണറപ്പുളി ഇഷ്ടമല്ലാത്തവർക്ക് മറ്റേ പുളി പിഴിഞ്ഞൊഴിക്കാം. ഇതിപ്പോൾ ചാറ് കുറവാണ് കേട്ടോ. ഞങ്ങൾക്ക് ചാറ് കുറച്ച് മതി. ചിലർക്ക് ഒരുപാട് ചാറൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലോണം ചാറ് വെക്കാം. പിന്നെ ഞാൻ 2-3 മീനെടുത്ത് വറുത്തു. അത് നല്ല ചെറിയ അയില ആയതുകൊണ്ട് അത് വറുക്കാൻ നല്ല
ആയിരുന്നു. ഇത് മീൻ കറി ഒരിടത്ത് റെഡിയാകുന്നുണ്ട്, പിന്നെ മുരിങ്ങയിലുണ്ട്, പിന്നെ പുളിശ്ശേരി ഇന്നലെ വെച്ചത് അതേപോലെ കുറച്ച് തോനെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്നിനി പിന്നെ വേറെ കറിയൊന്നും ഒഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ല. ഇത്രയൊക്കെ മതിയല്ലോ ചോറിന്. അങ്ങനെ ചോറൊക്കെ റെഡിയായി. എല്ലാവരും ഉച്ചയ്ക്ക് മുരിങ്ങയിലയും മീൻ കറിയും പുളിശ്ശേരിയും മീൻ വറുത്തതും ഒക്കെ കൂട്ടി വിശാലമായിട്ട് ചോറുണ്ട്. നിങ്ങളും എല്ലാവരും ചോറൊക്കെ എല്ലാം നന്നായിട്ട് കഴിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ തൽക്കാലം നിർത്തുന്നു. വേറെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വീണ്ടും കാണാം. ഇന്നത്തെ വിശേഷങ്ങൾ എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പോഴും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.